ഒരു ഫ്രഷ് പാസ്ത സോസ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഒലിവ് ഓയിൽ. അതുപോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് ഓനിയൻ, കുറച്ച് സ്പ്രിംഗ് ഓനിയന്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അരമുറി ഒനിയന്, 2 ചെറിയ തക്കാളി, ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിൻ്റെ ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പാഴ്സലി, കൊറിയാണ്ടർ ലീഫും പാഴ്സലിയും രണ്ടാണ്, പാഴ്സലിയും കൂടെ വേണം. ഇതൊരു ഇറ്റാലിയൻ ടൈപ്പ് ഒരു പാസ്ത സോസാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചെടുത്തു. ഇത് ഒരുപാട് നേരം വിട്ട് തക്കാളി വഴറ്റാഞ്ഞുകൊണ്ടാണ് വലിയ കളറ് കിട്ടാഞ്ഞത്. അത് കുഴപ്പമില്ല. നമുക്ക് കളറിന് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാമേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് എല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. പിന്നെ നമ്മൾ ഈ പാസ്ത ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, എങ്കിലും കുറച്ചുകൂടെ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് ഇളക്കാം. കുറച്ച് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ അരച്ച ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ഇപ്പൊ ഈ പാസ്ത സോസിന്റെ കോട്ടിങ്ങിലെ പാസ്ത കിടന്ന് ഒന്ന് വേകുന്നുണ്ട്. ഇത് അടച്ചൊന്നും വെക്കണ്ട. ഇപ്പൊ എന്ത് ഈസി ആയിട്ടാണ് ഒരു പാസ്ത സോസ് നമ്മൾ തയ്യാറാക്കിയത്. ഇതിനകത്ത് ഞാൻ കുരുമുളകൊന്നും ചേർത്തില്ല. നിങ്ങൾക്ക് എരി വേണമെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇറ്റാലിയൻ പാസ്തയിൽ അവർ ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെപ്പർ അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ടേസ്റ്റ് ഞാൻ നോക്കി, നല്ല അടിപൊളി ഒരു പാസ്ത ആണിത്. അപ്പം ഹോം മെയ്ഡ് പാസ്ത സോസിന്റെ പാസ്ത തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈസിയായ ഹോം മെയ്ഡ് പാസ്ത സോസിലുണ്ടാക്കിയ പാസ്ത.